മുൻകൂട്ടി തീരുമാനിക്കാതെ പെട്ടെന്ന് ഒരു യാത്രയായിരുന്നു. സത്യമംഗലം ഫോറസ്റ്റിലേക്കാണ് യാത്ര. അപ്പോൾ ഈ യാത്ര വീഡിയോ എടുക്കാൻ വേണ്ടിയും ഇടാൻ വേണ്ടിയിട്ടുള്ള യാത്രയൊന്നുമല്ല, ചുമ്മാതൊരു യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്രയുടെയും വഴിയുടെയും വീഡിയോസ് ഒന്നും കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. മുമ്പ് സത്യമംഗലം ഫോറസ്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ യാത്രയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ കിട്ടുമോ എന്നുള്ള രീതിയിൽ നോക്കട്ടെ. സത്യമംഗലം ഫോറസ്റ്റ് എന്ന് പറയുന്നത് വീരപ്പന്റെ കാട് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്ര എപ്പോഴും വളരെയധികം കൗതുകം നിറഞ്ഞതും അതേപോലെ സന്തോഷം നിറഞ്ഞതുമായിരിക്കും. അതേപോലെ നല്ല രസമുള്ള കാഴ്ചകളാണ് ഈ വഴിയിൽ നമുക്ക് കാണാനുള്ളതും. കാണുന്ന കിളിയാണ് മൽക്കോവ എന്ന് പറഞ്ഞ കിളിയാണ്. കണ്ണ് കാണാൻ നല്ല രസമുണ്ട്. കണ്ടില്ലേ? നമ്മളിപ്പോ സത്യമംഗലം ഫോറസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആന പള്ളി ഈ ആന അതെ കരിമ്പ് നിന്നുണ്ട് നിൽക്കണ്. ആന കരിമ്പ് വരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ ആന ചെറിയ ആനയാണ്. അപ്പോഴേക്കും ക്രോസ് ചെയ്യും. ഈ സത്യമംഗലം ഫോറസ്റ്റിലുണ്ടത് ഒരു ആനയും ഒരു കുട്ടിയാനയുടെ ഒരു ക്രോസിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അത് ശല്യപ്പെടുത്തുന്നില്ല, നമ്മൾ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ധൈര്യമായിട്ട് ക്രോസ് ചെയ്ത് പോയത്, അല്ലെങ്കിൽ അവർ ക്രോസ് ചെയ്ത് പോവില്ല. നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത് ഒരു ആന നടന്നു വന്ന കാഴ്ചയാണിത്. എന്താ കരിമ്പ് കൊടുക്കണേ. ആന റോഡിൽ നിന്ന് മാറുന്നില്ല, വരുന്ന എല്ലാ കരിമ്പ് വണ്ടികളും തടയുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് നിന്ന് കരിമ്പെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതെന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ നേരത്തെ ഒരു ആനയും വേറൊരു കുഞ്ഞുങ്ങളെയും ക്രോസ് ചെയ്തല്ല, അവർ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പുറത്തുനിന്ന് വന്ന വണ്ടിക്കാർ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം പുറകോട്ട് വണ്ടി എടുത്തു. ടു വീലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് പോയത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ആന ആക്രമിക്കുന്നൊന്നുമില്ല, എന്നാൽ പോലും ടു വീലറൊക്കെ ആകുമ്പോൾ അറിയാണ്ട് വന്ന് പെട്ട് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഏതാണ്ട് ഒരു 10-20 മിനിറ്റോളം ഞാൻ ശരിക്കും പേടിച്ചു. കാര്യം വേറൊന്നുമില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ പെടുന്നത്. കാര്യം ഫ്രണ്ടിലും ആന, അതുപോലെ പുറകിലും ആന. പുറകിലത്തെ ആന കുഞ്ഞായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഡേഞ്ചറാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആനയുടെ അടുത്ത് തന്നെയായിട്ടാണ് നിന്നത്. പക്ഷേ ഈ രണ്ട് ആനകൾ തമ്മിൽ ഇത്തിരി ദൂരമുണ്ട്, ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരം ഉണ്ട് രണ്ട് ആനകൾ നമ്മൾ നിന്നിരുന്നത് തമ്മിൽ. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ അപ്രതീക്ഷിതമായിട്ട് എടുത്തുകൊണ്ട് ഇടുന്നതും എന്ന് മാത്രം.